അച്ഛാ ഞാൻ ഇറങ്ങുന്നേ. അച്ഛാ ഞാൻ പോണേ. മകനേ, നീ എവിടെ ഇറങ്ങുന്നു? എൻ തങ്ക മകനേ, നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വല്ലതും കഴിച്ചേച്ച് പോടാ. നിനക്കറിയാവല്ലോ നിന്റെ സ്വഭാവം. നീ വല്ലതും കഴിക്കാതെ നിനക്ക് തല പറ്റും. എനിക്കൊന്നും വേണ്ട അച്ഛാ. എടാ, ഒരു പെങ്കൊച്ച് നിന്നെ അലവലാന്നി എന്ന് വിളിച്ചതിന്റെ പേരില് നീ ഭക്ഷണം കഴിക്കാതെ കിടന്നാലേ നിന്റെ തടി കേടാവൂടെ മകനേ. അച്ഛൻ കിടന്ന് പിടയ്ക്കാതെ, അഥവാ ഞാൻ വല്ലതും കുഴഞ്ഞു വീണ എന്നെ ആരെങ്കിലും എണീപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും. അതൊക്കെ പോട്ടെ, നീ അല്ലെങ്കിൽ നന്നാത്തല്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഹോട്ടിക്കൽ എടുത്തോ നീ. ഞാൻ എല്ലാം എടുത്തു. അത് നീ ഒരു കാര്യം ചെയ്യും, നീ ആ കുട്ടനെ വിളിക്കും. കുട്ടൻ നിന്നെ കൊണ്ടുപോകും. ഒരു കുട്ടനും പൊട്ടനും വേണ്ട, ഞാൻ അവിടെ നടന്ന് ബസ് കയറി പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോക്കോളാം. നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ അച്ഛനല്ലേ ഞാൻ? ഞാൻ ഒരു പ്രായപൂർത്തിയായ കൊച്ചാണ്. എങ്ങനെ പോണം പറഞ്ഞോന്ന് എനിക്കറിയാം. അച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതി. നീ എന്താടി പറഞ്ഞേ? എന്റെ മുഖത്ത് നോക്ക്, നിന്റെ തള്ള വരെ ഇതുവരെ തന്നെ പറഞ്ഞിട്ടില്ല. നിന്നെ അലവലാതി എന്ന് വിളിച്ച ആ പെണ്ണിനെ തന്നെ വളച്ചെടുക്കുന്നതല്ലേടാ അതിന്റെ ഒരു ശരി. എന്നാലല്ലേടാ നീ ഈ അച്ഛന്റെ മോനാവൂ. അമ്മയോട് നീ ചോദിക്കടാ. നോ വേ, നോ വേ. എടാ, കോമാളി കരയില്ലടാ. ഇനി ആര് കരഞ്ഞു? പോച്ചാ കുറെ നേരം. മോനെ, പ്രേമിച്ചു പോയാൽ പരസ്പര ബദ്ധരായി പ്രേമിക്ക, അല്ലെങ്കിൽ പ്രേമിക്കരുത് നീ. എടാ, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ്. അല്ലെങ്കിൽ എവിടെയോ ആരെയോ കൂടെ പോകേണ്ട ഒരു പെൺകൊച്ചി കറക്റ്റായിട്ട് നിന്റെ വണ്ടി വന്ന് കയറി നിന്റെ കൂടെ അത്രയും നേരം സ്പെൻഡ് ചെയ്ത് ഇതിലെന്തോ ഇല്ലേ? എടാ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, നിന്നെ അലവലാതി എന്ന് വിളിച്ച പെൺകൊച്ചി അതേ അലവലാതിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് ആലോചിച്ചോക്കെ. അതോർത്ത് നീ സന്തോഷപ്പെടണം. ആ